ഞാൻ 2 ദിവസം മുമ്പ് നല്ല മഴയുള്ള സമയത്ത് ഞാൻ ഷാർജയിലായിരുന്നു. ഷാർജയിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ മഴ തുടങ്ങി. 12 മണിക്ക് നല്ല മഴ എന്ന് പറയുമ്പോൾ അത് ഓൾറെഡി വാർണിംഗ് കിട്ടിയതാണ്. പക്ഷേ 3 മണിക്കായിരുന്നു മഴ വരുന്നു പറഞ്ഞു. ഞാൻ 12 മണിക്ക് തന്നെ ഇറങ്ങിയപ്പോൾ കുടുങ്ങി. എവിടെ? ഷാർജ നല്ല അൽമജാസ് ഏരിയയിൽ നല്ല മഴ, വെള്ളപ്പൊക്കത്ത് റൗണ്ട് അബൌട്ടിലെത്തി. ഞാൻ പിന്നെ വിചാരിച്ച് പോയെന്നെ റബ്ബേ വേണ്ടായിരുന്നു, ഇപ്പൊ ഒരിക്കലും പെട്ട് പോകുമെന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെ സ്വലാത്തിന് പിന്നെ മേലെ സ്വലാത്ത് അല്ലാഹു എങ്ങനെയെങ്കിലും ഒന്ന് റൂമിലേക്ക് എത്തിക്കണേ. സ്റ്റോപ്പ് ആയി കഴിഞ്ഞാൽ നല്ല അതിന്റെ അടുക്ക് നല്ല കല്ല് പോലത്തെ മഴ കാറ്റും ഒക്കെ വരുന്നു. ഇങ്ങനെ സ്വലാത്ത് എത്തി ഹൈർ എന്ന് പറഞ്ഞിട്ട് സ്വലാത്തും ചൊല്ലി മെല്ലെ നീങ്ങി വെള്ളത്തിന്റെ മേലെ കയറി മംസാർ എക്സിറ്റ് എടുത്തല്ലോ, റോഡ് എടുത്ത് ഇത്തിഹാദ് റോഡ് എടുത്ത് മംസാർ എക്സിറ്റ് എടുത്തിട്ട് എത്തി. അൽഹംദുലില്ലാ എത്തിയിട്ട് അങ്ങനെ കുറച്ച് വണ്ടി വെച്ച് അവിടെ ഒക്കെ വെള്ളം എത്തി. അപ്പൊ നമ്മുടെ മൈൻഡിൽ എന്ത്, എങ്ങനെയെങ്കിലും റബ്ബേ ഞങ്ങളെ റൂമിലേക്ക് ഞങ്ങളെ എത്തിക്കണേ എന്നാണ്. ഇപ്പോൾ റൂമിൽ എത്തിയ ശേഷമാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇത്ര വലിയ അനുഗ്രഹമാണ് ഭയ. നമ്മൾ രാവിലെ ഡ്യൂട്ടിക്ക് പോയിട്ട് തിരിച്ച് റൂമിലേക്ക് എത്തുക എന്നുള്ളത് ഇത്ര വലിയ അനുഗ്രഹമാണ്. ഈ ഒരു മഴ ഒരു 15 മിനിറ്റ് കൂടി പെയ്തിരുന്നെങ്കിൽ വെള്ളപ്പൊക്കം വരും. പക്ഷെ റബ്ബ് സുബ്ഹാനഹു വ തആല അങ്ങനെ ഒരു ഇത് തന്നെ. അള്ളാഹ്ക്ക് ഇത് അല്ല, ലോകം മൊത്തം നശിപ്പിക്കാൻ ഒരു സെക്കൻഡാ വേണ്ട, ഒന്ന് കുലിക്കാൻ മതി അല്ലെങ്കിൽ ഒരു വെള്ളം. പക്ഷെ എത്ര അനുഗ്രഹമാണ് റബ്ബ് തരുന്നത്. അങ്ങനത്തെ ഒരു ചെറിയൊരു നമ്മളൊക്കെ തിങ്കിങ് ആക്കുവാൻ നിങ്ങൾ മരിക്കാനുണ്ട്, ഇങ്ങനത്തെ ഒരു പ്രയാസം വരാനുണ്ട്, എന്റെ അടുക്കലാണ് വരുന്നത്, നിങ്ങൾ അഹങ്കാരം നിങ്ങൾ ഇതാക്കണം എന്നൊക്കെ അറിയിക്കാൻ വേണ്ടി ചെറിയൊരു ശിക്ഷ പഠിച്ചും തരുമ്പോൾ പോലും നമ്മൾ ജീവൻ അല്ല കൊണ്ടുപോയില്ല, നമ്മളെ കാറ് കൊണ്ടുപോയിട്ടില്ല, നമ്മൾ വീട് ഇടിഞ്ഞു വീണിട്ടില്ല. അതല്ല റസൂലുള്ള പറഞ്ഞ ഒരു മനുഷ്യന് കിട്ടുന്ന ഏറ്റവും വലിയ സൗഭാഗ്യം എന്ന് പറയുന്നത് ഒന്ന് കിടക്കാനുള്ള ഒരു വീട്. അത് നഷ്ടപ്പെട്ട് ഇപ്പം മഴയെല്ലാം ചോർന്നിട്ട് വെള്ളം കയറിയപ്പോഴാണ് മനസ്സിലാവുന്നത് യാ റബ്ബി ഇത് വലിയൊരു അനുഗ്രഹമായിരുന്നല്ലോ, ഇപ്പൊ എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല, വെള്ളമാണ്. ഒന്ന് ഈ വെള്ളം പറ്റി, വേറെ ഒന്നും വേണ്ട, വെള്ളം പറ്റിയാൽ മതി, ഉറങ്ങായിരുന്നു ചിന്തിക്കുന്ന ആൾക്കാരില്ലേ. അപ്പൊ അത് വലിയൊരു അനുഗ്രഹം. നീ ഒരു നല്ലൊരു സമ്പന്നനായിരുന്നു പോയി, നിന്റെ അത് ബെഡായി എന്താക്കണം, വെള്ളം കയറിയപ്പോ മനസ്സിലായില്ലേ. അതേപോലെ രണ്ടാമത് പറഞ്ഞത് നടക്കാനും ജോലിക്ക് പോകാനുള്ള ഒരു തൗഫീക്ക്. ജോലിക്ക് പോവാത്ത ഈ വെള്ളം കയറിയുള്ള അവസ്ഥ കാണുമ്പോൾ എത്ര റബ്ബേ എത്ര അനുഗ്രഹമായിരുന്നു. ഈ വെള്ളം ഇല്ലാത്ത സമയത്ത് നമുക്ക് എന്തൊരു ഈസി ആയിട്ടുണ്ട് ജോലിക്ക് പോകാൻ പറ്റിയിരുന്നു എന്ന് ചിന്തിച്ചിട്ടില്ലേ. അതാണ് റസൂൽ രണ്ടാമത് പറഞ്ഞ. മൂന്നാമത് റസൂൽ പറഞ്ഞത് അന്നത്തേക്കുള്ള ആഹാരം നിനക്ക് കിട്ടുന്നുണ്ടെങ്കിൽ, ആഹാരം ഇപ്പൊ കിട്ടാതെ വെള്ളം വന്ന് ഇവിടെ ഇത് വരുന്നില്ല, എന്ത് സാധനം വരുന്നില്ല, സാധനത്തിന് വില കൂടി, അരി കിട്ടുമോ, അപ്പൊ പേടിക്കാണ് റബ്ബേ ഒന്നുമില്ലെങ്കിൽ കുഴപ്പമില്ല, ഭക്ഷണം കഴിക്കാനെന്ന് എല്ലാവരും ചിന്തിക്കുന്ന അതാണ്. ഈ യുദ്ധം വെള്ളപ്പൊക്കെ പെട്ടെന്ന് പോയിരുന്ന ഭക്ഷിക്കാനില്ല, പട്ടിണിയാവും. അപ്പൊ ഈ 3 വലിയൊരു അനുഗ്രഹമായിരുന്നു. ഇത് 3 ശരിക്കും നമുക്ക് അള്ള തന്നുകൊണ്ടേയിരുന്നു. ഇപ്പൊ ഈ പ്രശ്നം വരുമ്പോൾ അത് വലിയ അനുഗ്രഹം, അത് മാത്രം കിട്ടിയാൽ മതിയല്ലേ ചിന്തിക്കുന്നത്. അതാണ് നമ്മൾ ഇത് ചിന്തിക്കാൻ വേണ്ടിയാണ്. നമ്മളെ അഹങ്കാരം എത്രയായിരുന്നു, നമ്മൾ എന്തൊക്കെയാണ്, ഇതൊക്കെ ചിന്തിക്കാനാണ് റബ്ബ് തരുന്നത്. അപ്പൊ ഇതൊക്കെ അനുഗ്രഹം, ഇതൊക്കെ ഇനി നഷ്ടപ്പെടാൻ പോവുകയാണ്. ഈ യുദ്ധം അവസാനിച്ചില്ലെങ്കിൽ നമുക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല, ജോലി നഷ്ടപ്പെടും, നാട്ടിൽ പോയാൽ എന്ത് എല്ലാവരും തിങ്ക് ചെയ്യാൻ തുടങ്ങി. എന്തെങ്കിലും ഒരു ജോലി കിട്ടിയിരുന്ന മതിയായിരുന്നു, ഒരു ചെലവിന് കിട്ടുന്ന എന്തെങ്കിലും ജോലി, അങ്ങനെ ചിന്തിക്കും. വലിയ കോടീശ്വരന്മാർ എത്ര ബിസിനസ് സ്ഥാപനം തകർന്നു പോയി, ഷോപ്പ് വെള്ളം കയറിപ്പോയി, അല്ലെ എന്തൊക്കെയായി. റബ്ബിന് ഇതാണ് അല്ലാഹ് ആദ്യം പറഞ്ഞത് നമ്മളോട്, 5 കാര്യങ്ങൾ ഓരോരുത്തരെയും ഞാൻ പരീക്ഷിക്കുക തന്നെ ചെയ്യുമെന്ന് ഖുർആനിലേക്ക് ഖുർആനൊന്ന് മറിച്ച് അർത്ഥം നോക്കുക. 5 കാര്യങ്ങൾ പരീക്ഷിക്കുക തന്നെ ചെയ്യും. അതിപ്പോ റെഡിയായ പിന്നെയും വരും വെള്ളപ്പൊക്കം, പിന്നെയും വരും യുദ്ധം. നിങ്ങൾ വിചാരിക്കേണ്ട ഇതൊരു സോൾവ് ആയ പിന്നെ ഓരോന്ന് പരീക്ഷണം ഇതിനേക്കാൾ കൂടുതൽ പരീക്ഷണം വരും. പക്ഷെ നമ്മൾ പാഠം പഠിക്കുന്നില്ല. ഇപ്പോഴും നാട്ടിൽ 4 ദിവസം 5 ദിവസം കല്യാണം ഇപ്പോഴും കഴിക്കുന്നുണ്ട്, അല്ലെ എത്ര ആഡംബര കല്യാണം. ഇവിടെ റമദാൻ മാസത്തിൽ കറാമ വൈബ്, അവിടെ വൈബ് എന്ന് പറഞ്ഞിട്ട് രാത്രി തുള്ളിക്കളിച്ച പല വീടുകളിലേക്കും വെള്ളം കയറിയിട്ടുണ്ട്. അവിടെ ഇൻഫ്ലുവൻസർ അങ്ങനെ ഇങ്ങനെ നടന്ന് എല്ലാവരും പരീക്ഷണം നേരിട്ടിട്ടുണ്ട്. ഞാൻ ഇത് കാണുന്നുണ്ട്. ഞാൻ പറയാം, റമദാൻ മാസത്തിന് ബഹുമാനിക്കാത്തിന് കിട്ടിയ ഏറ്റവും വലിയൊരു അദാബ് തന്നെയാണ്. അത് ചിന്തിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അതിനുശേഷം നാട്ടിലിപ്പോ തുള്ളുന്നതും അല്ലേ, നിങ്ങൾ ചിന്തിക്കണ്ടേ. നിങ്ങൾ റമദാൻ മാസം അത്ര ബഹുമാനിക്കേണ്ട മാസത്തിൽ ഇവിടെ നിങ്ങൾ പാട്ടും കൂട്ടിട്ട് തുള്ളി. അത് മാത്രമല്ല, നാട്ടുകാർ ഇപ്പൊ എത്ര അനുഭവിക്കുന്നുണ്ട്, ഗ്യാസ് കിട്ടുന്നില്ല, ഇനിയും പ്രതിസന്ധി വരും, ഇനി ഭക്ഷണം കിട്ടാത്ത അവസ്ഥയിലേക്ക് വരും, ഒരുപാട് പരീക്ഷണം. എന്നിട്ട് നിങ്ങൾ പാഠം പഠിക്കണം. ഇതിൽ നിന്നെങ്കിലും നമ്മൾ അഹങ്കാരം നമ്മളെല്ലാം വിട്ട് നമ്മൾ അള്ളാഹുവിലേക്ക് തിരിയണം. 5 ഞാൻ പറഞ്ഞ ആദ്യത്തെ 3 കാര്യം നമ്മൾ എപ്പോഴും ശുക്ർ ചെയ്യണം റബ്ബിന്. അത് കിട്ടുന്നുണ്ടെങ്കിൽ അത് ഭയങ്കര ഒരു അനുഗ്രഹമാണ്. ഒരു മഴ വന്നാൽ തകർന്നു പോകും, അതുപോലെ തന്നെ ഒരു ഭൂമി കുലുങ്ങിയാൽ തകർന്നു പോകുന്ന. നിങ്ങൾ പലരും അങ്ങനെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്, അതുപോലെ കാറ് നഷ്ടപ്പെടാതെ, വീട് നഷ്ടപ്പെടാതെ ഇപ്പോൾ സോൾവ് ആയി. എന്നിട്ട് നിങ്ങൾ അള്ളാഹുവിന് മനസ്സറിഞ്ഞ് ശുക്ർ ചെയ്തിട്ടുണ്ടാ. അള്ളാഹ് അൽഹംദുലില്ലാ ഇങ്ങനെ ഫോട്ടോ വീഡിയോ എടുക്കുന്നല്ലാതെ മനസ്സറിഞ്ഞുകൊണ്ട് അള്ളാഹുവിന് ശുക്ർ ചെയ്ത് ഒരു ഖുർആന് ഒരു പേജ് അധികം ഓതിയിട്ടുണ്ട്. റമദാൻ കഴിഞ്ഞിട്ട് സാക്കി നോമ്പ് നോക്കിയിട്ടുണ്ട്. റമദാൻ മാസം കഴിഞ്ഞതിന് ശേഷം പള്ളി ജമാഅത്ത് സുബൈക്ക് നിങ്ങൾ വരാൻ തുടങ്ങിയ, പള്ളിയിൽ 2 സപ്പ് 3 സപ്പ് ആവുന്നില്ല ഇപ്പോൾ. അതുപോലെ തന്നെ ഖുർആൻ ഓതാൻ ആളില്ല, ജമാഅത്ത് നിസ്കരിക്കാൻ ആളില്ല. ഇപ്പൊ അതേപോലെ റമദാന് ശേഷമുള്ള പാട്ടും കൂത്തും. പിന്നെ ഇതിലേക്ക് നിങ്ങൾ തിരിയുമ്പോൾ യുദ്ധം വരുന്നുണ്ട്, വെള്ളപ്പൊക്കം വരുന്നുണ്ട്. അതെന്തിനുള്ള തരുന്ന? പഠിക്കാൻ വേണ്ടി, പാഠം പഠിക്കാൻ വേണ്ടി. നമ്മൾ റമദാനെ പോലെ തന്നെ ഇനിയും ജീവിക്കണം, നമ്മൾ നിസ്കരിക്കുന്നവരാവണം. ഇനി ഖിയാമത്ത് നാളിന്റെ അടുത്താണ് വരുന്നത്. യുദ്ധം ഇങ്ങനെ നിൽക്കും തോന്നില്ല, ഒരുപാട് പ്രതിസന്ധി വരും. നമ്മൾ മരണപ്പെട്ടു പോയാൽ എന്തെങ്കിലും കൊണ്ടുപോകാനുള്ളത് നമ്മൾ കയ്യിൽ കരുതേണ്ട സമയമാണ്. പരീക്ഷണത്തിൽ നമ്മൾ അള്ളാഹുവിലേക്ക് അടുത്തില്ലെങ്കിൽ പരീക്ഷണം അതാവായിട്ട് പിന്നെയും വരും. അപ്പൊ പാഠം പഠിക്കാത്തവർക്കുള്ള അള്ളാഹുവിന്റെ ഒരു ചെറിയൊരു നുള്ളലാണ് ഈ പരീക്ഷ. ഇത് നുള്ളൽ മാത്രമേ ഉള്ളൂ. ഇനി ഇതിലൊന്നും പാഠം പഠിച്ചില്ലെങ്കിൽ പിന്നെ വലിയൊരു അതാവായിരിക്കും വരുന്നത്. അതുകൊണ്ട് ഈ പരീക്ഷണങ്ങൾ നമ്മൾ ഓരോരുത്തരും എങ്ങനെ പാഠം ഉൾക്കൊള്ളണം, റമദാനിൽ
റമദാനിൽ എങ്ങനെയാണ് നമ്മൾ നിസ്കരിച്ചത് അതുപോലെ നിസ്കരിക്കേണ്ടി വരും. അതുപോലെ തന്നെ നമ്മൾ അമിതമായി ചെലവഴിക്കുന്ന നാട്ടിൽ ആഡംബര കല്യാണം, ഇസ്ലാമികപരമല്ലാത്ത ഒരുപാട് ദൂർത്തടിച്ച ആൾക്കാരൊക്കെ ഇനി സൂക്ഷിക്കണം. നിങ്ങൾ പൈസ കയ്യിൽ വെക്കുക, അനാവശ്യമായിട്ട് പുറത്ത് കറങ്ങാൻ പോകരുത്. ആഡംബര കല്യാണം 4 ദിവസം കഴിക്കാൻ പാടില്ല, പൈസ കയ്യിൽ വെക്കുക. കാരണം ഇവിടെ ഗൾഫിൻ്റെ പൈസ മുട്ടിയാൽ പിന്നെ നാട്ടിൽ ചെലവിനില്ല, അത് എടുത്ത് വെക്കുക. സൂക്ഷ്മമായി നിങ്ങൾ ചെലവാക്കുക. 5 ദിവസം കല്യാണം വേണ്ട. അതുപോലെ ഗാനമേള, ഒരുപാട് 4-5 ദിവസത്തെ കല്യാണം, അതുപോലെ എത്ര ദൂർത്തും ആഡംബരം, അതൊക്കെ ഇനി അടങ്ങേണ്ട സമയം. ആഡംബര ജീവിതം നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യുക. കാരണം അതുപോലത്തെ എല്ലാ ആഡംബരം സ്റ്റോപ്പ് ചെയ്യില്ലെങ്കിൽ നിങ്ങൾ നമ്മൾ ഓരോരുത്തർ പട്ടിണിയാവും. പിന്നെ ഗൾഫിൻ്റെത് നമ്മൾക്ക് ഇനി യാതൊരു, ഈ യുദ്ധം തീർന്നില്ലെങ്കിൽ ഗൾഫിൽ ഇനി ഞങ്ങൾ മുന്നോട്ട് പോകാമെന്നുള്ള യാതൊരു പ്രതീക്ഷയും വേണ്ട. അതുകൊണ്ട് ഈ പരീക്ഷണത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് നമ്മളെല്ലാം ചെലവ് ചുരുക്കാൻ നമ്മൾ തയ്യാറാവണം. നമ്മൾ വീടുകളിലെ കല്യാണങ്ങളും ആർഭാടങ്ങളും എല്ലാം നിർത്തേണ്ട സമയമാണ്. അള്ളാഹുവിലേക്ക് തിരിയേണ്ട സമയമാണ്. ഇത് വെറുതെ വീഡിയോ ഉണ്ടാക്കിയിട്ട് അങ്ങനെ പ്രശ്നം ഇങ്ങനെ പ്രശ്നം നമുക്ക് ചർച്ച ചെയ്ത് സമയം കളയേണ്ട സമയമല്ല. നമ്മൾ ഓരോരുത്തരും നമ്മളെക്കുറിച്ച് വിചാരണ ചെയ്യേണ്ട സമയം. എന്തുകൊണ്ട് അള്ളാഹു ഇങ്ങനെ പരീക്ഷണം തരുന്നു? ഞാൻ മരണപ്പെട്ടാൽ ഞാനിപ്പോൾ റെഡിയായോ എന്ന് ചിന്തിക്കണം. എൻ്റെ കയ്യിൽ കൊണ്ടുപോകാൻ എന്തുണ്ട്? റമദാന് ശേഷം വീണ്ടും ഞാൻ നിസ്കാരം വിട്ടു, ഇസ്തിഗ്ഫാർ, അസ്തഗ്ഫിറുല്ലാഹ് അല്ലദീ വർദ്ധിപ്പിച്ച് ചെല്ലേണ്ട സമയം, അസ്തഗ്ഫിറുല്ലാഹ് അല്ലദീ, അത് കൂടുതൽ വർദ്ധിപ്പിക്കേണ്ട സമയമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല എത്രയും പെട്ടെന്ന് ഈ ഒരു അദാബിൽ നിന്ന് നമ്മളെല്ലാവരും രക്ഷപ്പെടുത്തട്ടെ. യുദ്ധത്തിന് കെട്ടടങ്ങി സമാധാനം ഈ രാജ്യത്തിനും നമ്മളെ രാജ്യത്തിനും അള്ളാഹു കൊണ്ടുവരട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ.